നട്ടപ്പാതിരയ്ക്ക് അതായത് ഏകദേശം ഒരു 7 മണിയായപ്പോഴത്തേക്കും നമ്മൾ കേരള ബോർഡർ കടന്നു. പക്ഷേ നമ്മളിതൊന്നും അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ വീഡിയോ ഓൺ ആയിരുന്നത്. പക്ഷേ ചെകുത്താൻ കുരിശ് കണ്ട പോലെ ആയിരുന്നു കുഞ്ഞാറ്റേന്റെയും ആര്യന്റെ റിയാക്ഷൻ. അത് കണ്ടപ്പോഴത്തേക്കും ഓടി ഒളിക്കാനാണ് അവന്മാർ നോക്കിയത്. നമുക്കങ്ങനെ പറ്റത്തില്ലല്ലോ. എന്നാലും അവിടെ ഇവിടെ നിന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും രണ്ടാമത് അവന്മാർ വന്നു. ഇവക്ക് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും ഒരു പിങ്കിന്റെ ഫീലാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത മെയിൻ ലക്ഷ്യത്തിലേക്ക് പോയി. ഒരു ഫോട്ടോ എടുക്കാൻ അത്ര വലിയ തെറ്റൊന്നല്ലോ. അപ്പോൾ ഒരു ഫോട്ടോയും കൂടെ പാസ്സാക്കിയിട്ട് വേണം നമ്മൾ നെക്സ്റ്റ്, അതായത് കോയമ്പത്തൂർ കേരള ബോർഡർ ക്രോസ് ചെയ്ത് ശിവനെ കാണാൻ പോവാ. കുഞ്ഞ് പക്ഷെ അവിടെ എത്തിയപ്പോൾ ഒരു കല്ലെടുത്ത് പറഞ്ഞാൽ അതൊരു ടൂറിസ്റ്റ് വണ്ടിയുടെ മേത്ത് മാത്രമേ വീഴുള്ളൂ. അതും ജാതി തിരക്കായിരുന്നു. അതുകൊണ്ട് നല്ല സൂക്ഷ്മവും വീക്ഷണവുമായിട്ടുള്ള കോണകത്ത് നിന്ന് നോക്കിയപ്പോഴത്തേക്കും ദൂരെ ഏതോ ഒരറ്റത്ത് എനിക്കൊരു സീറ്റ് കിട്ടി. നല്ല ശിവം വലുതായതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോൾ നോക്കിയിരുന്ന് വെള്ളം ഇറക്കേണ്ടി വന്നേനെ. ഡ്യൂപ്ലിക്കേറ്റ് ചന്ദ്രന് ഒറിജിനേക്കാളും വലുപ്പമുള്ളതുകൊണ്ട് തെളിഞ്ഞു വന്നപ്പോഴാണ് മനസ്സിലായത്. പയ്യെ കാതും പൊട്ടകത്തും തെളിഞ്ഞു വന്നപ്പോഴത്തേക്കും ശിവൻ നമ്മളെ കറക്റ്റ് രൂപത്തിലേക്ക് പ്രത്യക്ഷപ്പെടാൻ പോവാ. ഫസ്റ്റ് സംഭവം ഇതിന്റെ ഒരു കുട്ടൻസ് നമുക്ക് പിടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ശിവനെ കാണാനായിരുന്നില്ല. ഇതിന്റെ ഈ എഫക്ട് എവിടെ നിന്ന് വരുന്നു, അത് എവിടെ നിന്നെങ്കിലും വന്നോട്ടെ. പക്ഷേ പാർവതി വന്ന് കഴുത്തി പിടിച്ചതുകൊണ്ടാണ് ശിവന് നീലകണ്ഠൻ. അതിന്റെ എഫക്റ്റും ഹിസ്റ്ററിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.